ഹായ് ഫിച്ചു ഡോക്ടേഴ്സ്. സൈലത്തിന്റെ ക്ലാസ്സസിനെ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 4 വർഷം കൊണ്ട് സൈലം ഈ ഒരു ഫീൽഡിൽ ഉണ്ടാക്കിയ മാറ്റവും ഞങ്ങൾ ഉണ്ടാക്കിയ റിസൾട്ട്സും ഒക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വേർട്ടിക്കൽസ് ഉണ്ട്. ഇപ്പം സൈലം വളരുന്നതനുസരിച്ചിട്ട് സൈലത്തിന്റെ കോഴ്സസും വേർട്ടിക്കൽസും വളർന്നുകൊണ്ടേയിരിക്കുന്നു, മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇപ്പം നീറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വേർട്ടിക്കൽ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളോടാണ്, നീറ്റ് ഫസ്റ്റ് ടൈം എഴുതുന്ന കുട്ടികളോടാണ്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിനെ പെർട്ടൈൻ ചെയ്തിട്ടും അവരുടെ പാരൻസോടുമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അതായത് ഒരുപാട് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഈ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് മാറുന്നുണ്ട്. അതായത് ഒരിക്കലും ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടി മാത്രമോ അല്ലെങ്കിൽ റിപ്പീറ്ററോ സൂപ്പർ റിപ്പീറ്ററോ മാത്രമല്ല, ഈ റിപ്പീറ്റർ സൂപ്പർ റിപ്പീറ്റർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമല്ല, നമുക്ക് നീറ്റിന് ഏജ് ലിമിറ്റ് വരാത്തിടത്തോളം കാലം ഇതൊരു വളരെ വലിയ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പാണ്. അതിൽ ഭൂരിഭാഗം പേരും ഞങ്ങൾ ഇങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഈ പ്രായത്തിൽ ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തേക്ക് വന്ന് പറയാൻ വളരെ മടിയുള്ളവരുമാണ്. അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ടും അത് ഓപ്പൺ ആയിട്ട് പറയാനും അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് നമ്മളോട് ഷെയർ ചെയ്യാനും മടി കാണിക്കുന്നവരാണ്. എന്നാലും ഇങ്ങനെയുള്ള പല ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം തോന്നി. എല്ലാ വർഷവും മിസ് നിങ്ങളോട് വന്ന് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ മെൻസ്ട്രുവേഷൻ, നമ്മൾ PMS വരുമ്പോൾ, നമ്മളുടെ മെൻസ്ട്രുവേഷൻ്റെ സിംറ്റംസ് വരുമ്പോൾ, നമ്മളുടെ പഠനത്തിൻ്റെ ഇടയ്ക്ക് ഈ മെൻസ്ട്രുവേഷനെ നമ്മൾക്ക് എങ്ങനെ, അതിൻ്റെ സിംറ്റംസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, നമുക്ക് ഉണ്ടാകുന്ന സിവിയർ പെയിനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഞാൻ എല്ലാ ഗേൾസിനോടുമായിട്ട് വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് തോന്നി ഈ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. PMSനെ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, അതേപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രഗ്നന്റ് വുമൻ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് മദേഴ്സ്, ചെറിയ മക്കളൊക്കെയുള്ള മദേഴ്സ് ഒക്കെ വിത്തിൻ യുവർ ബിസി ഷെഡ്യൂൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കും നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു ഫുൾ ടൈം ഹോം മേക്കറായി നിന്നുകൊണ്ട് എന്നാൽ എനിക്ക് നീറ്റിന് പഠിക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് പഠിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫാമിലിയുടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മെന്നും ഇപ്പോൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മുടെ റിസൾട്ടിൽ നമ്മൾ കണ്ടതാണ്, നമ്മുടെ മെഡിക്കൽ അവാർഡ്സിന് അവാർഡ് മേടിക്കാൻ വന്ന ഒരുപാട് സീനിയർ ആയിട്ടുള്ള എത്രയോ ആളുകളാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞങ്ങളുടെയൊക്കെ പ്രായം എത്രയായി, ഈ ഒരു ഏജിൽ പറ്റുമോ, കാരണം ഞങ്ങൾ കുഞ്ഞു കുട്ടികളുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള പ്രശ്നം, റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനും ഒക്കെയുള്ള പ്രശ്നം, ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ്. അപ്പോൾ രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട്, രണ്ടുപേർക്കും കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കോറിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജ് അഡ്മിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് മെൻസ്ട്രുവേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്, അല്ലേ? സോ പ്രീ മെൻസ്ട്രുവൽ സിംറ്റംസ് എല്ലാവർക്കും വരാറുണ്ട്. ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വരാറുണ്ട്. നമ്മൾക്ക് ഭയങ്കരമായിട്ട് ചൂട്, ഇപ്പം പ്രത്യേകിച്ച് ചൂട് കാലം കൂടിയാണ്, ചൂട് അനുഭവപ്പെടും. പിന്നെ ചിലർക്കൊക്കെ വൊമിറ്റിംഗ് ഉണ്ട്, നല്ല പെയിൻ വരുന്നവരുണ്ട്. അപ്പം ഞാൻ എപ്പോഴും മക്കളോട് പറയുക, നമ്മൾക്ക് കൃത്യമായിട്ടുള്ള നമുക്കൊരു റുട്ടീൻ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് കൃത്യമായ ഉറങ്ങുന്ന സമയവും എണീക്കുന്ന സമയവും, അതേപോലെ കൃത്യമായ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് സ്ലീപ്പ്, കൃത്യമായ ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ, ഒരു സ്റ്റഡി പ്ലാൻ, ഒരു നല്ല ക്ലീൻ ഈറ്റിംഗ് ഹാബിറ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ PMS ഒക്കെ ഒരുപാട് നമുക്ക് കുറവായിരിക്കും. നമ്മൾ കുറച്ച് ഡിസോർഗനൈസ്ഡ് ആയിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ബോഡിയും അതേപോലെ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സിംറ്റംസ് വളരെ സിവിയർ ആയിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു റുട്ടീൻ ഇല്ലെങ്കിൽ ഒരു റുട്ടീനിലേക്ക് കടക്കുക. കൃത്യമായ ഉറക്കം, മിനിമം 7 hours ഓഫ് സ്ലീപ്പ്. 6 hours മിനിമം ആണ് പറയുക, എന്നാലും ഞാൻ ഇപ്പോൾ പറയുന്നു 7 hours ഓഫ് സ്ലീപ്പ്, 7 to 8 hours ഓഫ് സ്ലീപ്പ് ഈ സമയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ മെൻസ്ട്രുവേഷൻ്റെ സമയത്ത്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരുന്നവർ, ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കേഷൻ എടുക്കുക. ഒരുപാട് മെഡിക്കേഷൻസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം, നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കുക. പെയിൻ കുറയ്ക്കാനുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. റാൻഡം ആയിട്ട് ഏതെങ്കിലും മെഡിസിൻസ് വാങ്ങി കഴിക്കാതിരിക്കുക. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക.
പിന്നെ എനിക്ക് പറയാനുള്ളത്, മെഡിക്കേഷൻസ് എടുക്കാതെ തന്നെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ചിലർക്ക് കോൾഡ് വാട്ടർ ബാഗ്സ് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് ആശ്വാസം കിട്ടും. ഹോട്ട് വാട്ടർ പാക്സ് വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നല്ല പോലെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ ആ സമയത്ത് നമുക്ക് മെൻസ്ട്രേഷൻ സമയത്ത് ഭയങ്കര ക്രേവിങ്സ് വരും, ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിക്കാനും. അപ്പം അങ്ങനെ എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കുക. അല്ലാണ്ട് നമ്മൾ അതിങ്ങനെ പിടിച്ചു വെച്ച് യുനോ പിന്നെ ഒട്ടും കൺട്രോൾ ചെയ്യാണ്ട് വരുമ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കഴിക്കും. അപ്പോൾ നമ്മളൊരു ഓഫ് ടൈമിൽ കഴിക്കാന്നുള്ളത്, അതായത് ഇപ്പോൾ മിഡ് നൈറ്റിലോ ഏർലി മോർണിംഗ്സിലോ ഒക്കെ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് വന്നിട്ട് നമ്മൾ കഴിക്കാന്ന് പറയുമ്പോൾ അത് നമ്മുടെ എൻറ്റയർ സ്ലീപ്പിനെ, നമ്മുടെ ഷെഡ്യൂളിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ഒക്കെ ആ സമയത്ത് തോന്നുകയാണെങ്കിൽ ആ ഫുഡ് കഴിക്കുക. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മക്കള് നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര സിവിയർ സിംറ്റംസ് ഉള്ളവർ ഈ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, പിന്നെ ആ സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യം വരും അല്ലേ? പീരീഡ്സ് ഒക്കെ വരാനാവുമ്പോഴേക്കും ഭയങ്കര ദേഷ്യം ഉണ്ടാവും, കരച്ചിൽ വരും, സങ്കടം വരും, നമുക്ക് തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കര സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനങ്ങളും എടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഭയങ്കര ടെൻഡൻസി ഉണ്ട്. ഞാൻ ഈ വർഷം നീറ്റ് എഴുതുന്നില്ല, വയ്യ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാണ്, എനിക്ക് പറ്റുന്നില്ല, ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് വയ്യ. ഓക്കെ, നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു രീതിയിലൊന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും മക്കൾ എടുക്കാണ്ടിരിക്കുക. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും അതിന്റെ ഭയങ്കരമായ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സാണ്, നമുക്ക് ടെൻഷനാണ്, നമുക്ക് PMS ആണ് എന്നുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ കുറച്ച് ദിവസം, അടുത്ത 2-3 ദിവസം എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും, ഞാനൊന്ന് പൊട്ടിത്തെറിച്ചു എന്ന് വരും. എല്ലാവരും എന്നോട് പിന്നെ ഞാനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ അങ്ങ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അത് മനസ്സിലായിക്കോളും. അപ്പോൾ പിന്നെ PMSന്റെ സമയത്ത് പഠിക്കുന്ന കാര്യം, അപ്പോൾ എല്ലാവർക്കും അതാണ് മിസ്സേ. ഇപ്പോൾ എൻ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മോക്ക് എക്സാം ഉണ്ട്, എനിക്കാണെങ്കിൽ പീരിയഡ്സ് ആണ്, എനിക്ക് ഭയങ്കര വേദനയും ഭയങ്കര പ്രശ്നവുമാണ്, എനിക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ലടാ, ഒരു എക്സാം മിസ്സായി എന്ന് വെച്ച് വിഷമിക്കേണ്ട. പക്ഷേ കാരണം നമ്മൾ ബോഡിക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്റ്റ് നമ്മൾ കൊടുക്കണം. നിങ്ങൾ അത് റെസ്റ്റ് എടുക്കാണ്ട് നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്തു. പീരിയഡ്സിൻ്റെ സമയത്തും ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചു. ഓക്കെ, പിറ്റേ ദിവസം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് എണീക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. 2 ദിവസം ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മുടെ ബോഡി നോർമലായി ഓക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റഡി ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് റിലാക്സ് ചെയ്യുന്നതല്ല. ശ്രുതി മിസ് പറഞ്ഞു പീരിയഡ്സിൻ്റെ സമയത്ത് റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഒന്നും കാണാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസും കണ്ടുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ഓഡിയോസ് മാത്രം കേൾക്കുക. അതായത് നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോഴും നിങ്ങളുടെ ആ ഷെഡ്യൂളിൽ നിന്ന് പുറത്തേക്ക് പോവാതെ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കുറച്ചൊന്നിരുന്ന് വായിക്കാനുള്ള ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് NCERT ഒന്ന് വായിച്ചു നോക്കുക, 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. ഓക്കെ, ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യരുതെന്നാണ് മിസ് പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രഗ്നന്റ് വുമനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരാളുടെ കാര്യമല്ല ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ബോഡി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ബേബിയുടെ ഹെൽത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലും ഇതിൽ രണ്ടിലും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ബേബിയുടെ ഹെൽത്ത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ എന്താ പറയുക, നേരത്തെ കല്യാണമായി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ നീറ്റ് പക്ഷേ നിങ്ങൾ കൈവിടാൻ തയ്യാറല്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ടും ഐ റിയലി വോണ്ട് ടു കം അപ്പ് ആൻഡ് ഗിവ് യു എ വാം ഹഗ്. ബിക്കോസ് നിങ്ങൾ ഈ സമയത്തും ഇങ്ങനെ കൈവിടുന്നില്ലല്ലോ, ലൈക്ക് യു ആർ നോട്ട് ഗിവിങ് അപ്പ് ഓൺ യുവർ ഡ്രീം. അത് ഭയങ്കര വലിയ കാര്യമാണ്. ഓക്കെ, അപ്പം warm hug from me comes to all of you first of all, and congratulations on whatever you are now. അപ്പോൾ നിങ്ങളുടെ ഈ പ്രഗ്നൻസിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ടാകും, വിറ്റമിൻസ് കഴിക്കുന്നവരുണ്ടാകും, ഫോളിക് ആസിഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിക്കുന്നവരുണ്ട് അല്ലേ. അപ്പം മെഡിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുക. നത്തിങ് ഈസ് വർത്ത് സാക്രിഫൈസിങ് യുവർ ബേബീസ് ഹെൽത്ത്, അത് നിങ്ങൾക്കറിയാം, ആൻഡ് നിങ്ങളുടെ ഹെൽത്തും. അപ്പോൾ നീറ്റ് നമുക്ക് പഠിക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കുക. പക്ഷെ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഉറക്കം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റൊക്കെ എക്സാം എത്തുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ദിവസമാണ് പോവുക അല്ലേ? അവിടെ പോയി അഡ്മിറ്റ് ചെയ്ത് പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ വീട്ടിൽ അഡ്മിഷൻ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ തിരിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തൊരു ക്ഷീണമായിരിക്കും. നമുക്ക് ഇരുന്ന് പഠിക്കാനോ ഒന്നും ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പഠിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്,
പഠിക്കണം, പക്ഷേ നിങ്ങൾ ആ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ, സ്ലീപ്പിംഗ് അവേഴ്സ്, അതേപോലെ നിങ്ങളുടെ ഫാമിലിക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ അവരുടെ ഹെൽപ്പ് തേടുക, അവരോട് പറയുക എനിക്ക് പിന്നെ ഇപ്പം കിച്ചണിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേറെ വർക്കുകൾ ചെയ്യാൻ പറ്റില്ല, അപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കുള്ള സപ്പോർട്ട് തരണം. അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് തേടുക, കറക്റ്റായിട്ട് നിങ്ങളുടെ മെഡിക്കേഷൻസ് എടുക്കുക. പിന്നെ ഓൺലൈനായിട്ടായിരിക്കും ഭൂരിഭാഗം പേരും പഠിക്കുന്നത്, അപ്പം നമ്മളുടെ ക്ലാസ്സസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എക്സാം ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് വരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈൻ എക്സാംസ്, സൈലത്തിൻ്റെ ആപ്പിൽ തന്നെ എക്സാംസ് അവൈലബിൾ ആണ്, ആ എക്സാംസ് എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോവാം. പിന്നെ കുറച്ചങ്ങ് കഴിയുമ്പോൾ ട്രാവലിംഗ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വന്ന് നമ്മുടെ മോക്ക് എക്സാംസ് പറ്റുന്ന അത്രയും മോക്ക് എക്സാംസ് എഴുതുക. എല്ലാം എഴുതണമെന്ന് പറയുന്നില്ല, പറ്റുന്ന അത്രയും എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂളുമായിട്ട് അലോങ് സൈഡ് പോകുന്ന രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ബ്രേക്സ് എടുക്കുമ്പോൾ നിങ്ങൾ ബ്രേക്സ് എടുക്കണം, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് എടുക്കണം, പക്ഷേ അഗെയിൻ ഗെറ്റ് ബാക്ക് ടു യുവർ റുട്ടീൻ. അപ്പോൾ പൊമഡോറോ മെത്തേഡൊക്കെ ട്രൈ ചെയ്യാം, കുറച്ച് നേരം വായിച്ച് പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്ത്, അങ്ങനെയുള്ള കണ്ടിന്യൂസ് സിറ്റിങ് ബുദ്ധിമുട്ടായി ബാക്ക് പെയിൻ ഉള്ളവരുണ്ടാകും അല്ലേ, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ളവരുണ്ടാകും. ഇപ്പോൾ ബെഡ് റിഡൺ ആയിട്ട് കടന്ന് ഒക്കെ എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്, എനിക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ, ഇപ്പം പ്രഗ്നൻസിയിലൊക്കെ നമുക്ക് ഒരുപാട് സമയം സ്ക്രീനിങ്ങനെ നോക്കിയിരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ഓഡിയോ കേൾക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോസും കേൾക്കുക, കേട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വായിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണെങ്കിൽ വായിച്ച് നോക്കുക. എക്സാമുകൾ മാക്സിമം എഴുതാൻ നോക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഇസ് ഇമ്പോർട്ടൻറ്റ്, അറ്റ് ദ സെയിം ടൈം യുവർ നീഡ് സ്കോർ, യുവർ ഗോൾ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ ഗിവ് അപ്പ് ചെയ്യേണ്ട, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. സിവിയർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ റെസ്റ്റ് എടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകും. ഇനി എനിക്ക് അഡ്രസ് ചെയ്യാനുള്ളത് നമ്മുടെ മദേഴ്സിനോടാണ്. ഓക്കെ, നിങ്ങളാണ് ശരിക്കുള്ള വാരിയേഴ്സ് അല്ലേ, ബിക്കോസ് യു മാനേജിങ് മദർഹുഡ്, യു മാനേജിങ് മദേഴ്സും ഉണ്ട് ഫാദേഴ്സും ഉണ്ട് കേട്ടോ. ഇപ്പം സിംഗിൾ പാരൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ട്, മക്കളെ സ്കൂളിൽ വിടണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഓക്കെ, ആൻഡ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഓൾസോ പ്രിപ്പയർ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങളാണ്. കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, എനിക്ക് പഠിക്കണം എന്നുണ്ട് മിസ്സായി. എന്ത് പഠിക്കണം, സൂപ്പർ ഡ്യൂപ്പർ റിപ്പീറ്റേഴ്സ് ആണ് അവരൊക്കെ. ഓക്കെ, ഒരുപാട് വർഷം മുമ്പ് ഇതിൽ പഠിച്ചു, പക്ഷേ അന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 8 വർഷത്തെ ഒക്കെ ഗ്യാപ്പിനൊക്കെ ശേഷം വന്നിട്ട് നീ എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് മിസ്സേ എനിക്ക് പഠിക്കണം എന്നറിയാം, എനിക്ക് എന്താ പഠിക്കേണ്ടത്, ഞാൻ എവിടെ പഠിക്കേണ്ടത്, എന്ത് എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്കൊരു പീസ്ഫുൾ എൻവറോൺമെൻറ്റ് ഇല്ല, എനിക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ആളുകളുടെ ബഹളവും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നീറ്റിൻ്റെ ഒരു ക്രാഷ് സെൻറ്റർ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. അതായത് അവിടെ ഇരുന്ന് പഠിക്കാൻ, രാവിലെ ഇത്ര സമയം മുതൽ രാത്രി ഇത്ര സമയം വരെ നിങ്ങൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ ഒരു സ്പേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും മണിക്കൂർ അവിടെ പോയി ഇരുന്ന് പഠിക്കാനുള്ള ഒരു പെർമിഷൻ തരുമോ എന്ന് ചോദിക്കാം. ഇനി സ്കൂൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ചെറിയ ഗ്രാമപ്രദേശമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ക്ലബ്ബുകൾ ഉണ്ടാകും, നമുക്ക് ലൈബ്രറീസ് ഉണ്ടാകും. അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോയി ഇരിക്കാനുള്ള സൗകര്യം ചോദിച്ചു നോക്കുക. അങ്ങനെ ക്വൈറ്റ് ആൻഡ് ഇനി ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനൊക്കെ അടുത്ത് ഏതെങ്കിലും ആരാധനാലയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് ചില റൂമുകളൊക്കെ കാണും, പള്ളികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് കുറച്ച് നേരം പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരൂടാ. നമ്മുടെ ജെന്യുവൻ ഇൻറ്റൻഷൻസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ചുറ്റിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ നോക്കാം. പിന്നുള്ളതാണ് മക്കളെ മാനേജ് ചെയ്ത്, ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ്. എനിക്കറിയാം, ഞാനൊരു അമ്മയാണ്. അപ്പം എനിക്കറിയാം എന്തൊരു ബുദ്ധിമുട്ടാണ് മക്കളുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ഇത്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ജോബൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നിട്ട് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതും അവരെ അറ്റൻഡ് ചെയ്യുന്നതും അതിനുശേഷം നമ്മളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ഒന്ന് റീഫോക്കസ് ചെയ്ത് വരാൻ തന്നെ എത്ര സമയമെടുക്കും, എന്തൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇത്രയും വലിയൊരു വാസ്റ്റ് സിലബസ് പഠിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡോണ്ട് make it to a point that you're regretting everything that you're doing. എനിക്ക് ഈ ഒരു ലൈഫ് വേണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ എല്ലാം കൂടി പറ്റുന്നില്ല, എൻ്റെ ഡ്രീം ഡോക്ടർ ആവണം എന്നുള്ളതായിരുന്നു, അതും ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ റിഗ്രറ്റ്ഫുൾ ആയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, മക്കൾ നാപ്പ് എടുക്കുന്ന സമയത്ത്, അവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മളുടെ പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക, ക്ലാസ്സസ് കാണാൻ നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ നോക്കുക. പിന്നെ ഏർലി മോർണിംഗ്സ് ഒക്കെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇത് പൂർണ്ണമായും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങളുടെ ഷെഡ്യൂൾ എങ്ങനെയാണോ അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു ദിവസം നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആ ഒരു സമയം,
അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഉറങ്ങുന്ന ആ ഒരു സമയം, അതായിരിക്കും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സമയം. അപ്പോൾ ആ സമയം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരു കുട്ടിയെ നോക്കാൻ ഒരാളെ നിർത്താനുള്ള ഫിനാൻഷ്യൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം തേടി നമുക്ക് കുറച്ച് നാൾ കുട്ടിയെ നോക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയോ നമ്മുടെ ഫാമിലിയെ ഏൽപ്പിക്കുകയോ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. കാരണം ഏറ്റവും അധികം നമ്മൾ റിഗ്രറ്റ് ചെയ്താണ്. കാരണം നമുക്കിപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടീനെ ഇവനെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ ഡ്രീം സാക്രിഫൈസ് ചെയ്തത്, അങ്ങനെ വിചാരിച്ച് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനായി മാറും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ കുഞ്ഞ് ജനിച്ച് വളർന്ന് വരുമ്പോൾ ദാറ്റ് ചൈൽഡ് വിൽ ക്വസ്റ്റ്യൻ യു. ബിക്കോസ് ഇന്നത്തെ മക്കളെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജെൻസി ഒക്കെ കഴിഞ്ഞ് ഇനി ജെൻ ബീറ്റയോ എന്തൊക്കെയോ വേറെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ആ മക്കളോട് നിങ്ങൾക്ക് പോയിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പണ്ട് കുറേ കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് എൻ്റെ ഡ്രീം സാക്രിഫൈസ് ചെയ്ത് ഞാൻ നിന്നെ വളർത്തി. ആ കുഞ്ഞ് നിങ്ങളോട് ചോദിക്കും, എന്തിനു സാക്രിഫൈസ് ചെയ്തു? അമ്മ എന്തുകൊണ്ട് പോയില്ല? അമ്മ എന്തുകൊണ്ട് ചെയ്തില്ല? അമ്മ എന്തുകൊണ്ട് അമ്മയുടെ ഡ്രീം ഫുൾഫിൽ ചെയ്ത്? ചൈൽഡ് വിൽ ക്വസ്റ്റ്യൻ യു. ഓക്കെ, സോ ഡോണ്ട് ബി എന്താ പറയുക, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാകട്ടെ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, മേക്ക് ഷുവർ ദാറ്റ് ടുമോറോ യുവർ ചൈൽഡ് വിൽ ലുക്ക് അപ്പ് ടു യു. മേക്ക് ഷുവർ യു ആർ ഡൂയിങ് സംതിങ് ദാറ്റ് ടുമോറോ യുവർ ചൈൽഡ് ക്യാൻ ബി ലൈക്ക് പ്രൗഡ് ഓഫ് യു. അതെന്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞാവും. നിങ്ങളുടെ കുഞ്ഞ് വലുതായി വരുമ്പം ഹി ഓർ ഷീ വിൽ ബി വെരി പ്രൗഡ് ഓഫ് യു. ഓക്കെ, എൻ്റെ അമ്മ എന്തൊക്കെയാണെങ്കിലും ഷീ ഡിഡ് വാട്ട് ഷീ ക്യാൻ, ഷീ ഡിഡ് എവറിത്തിങ് പോസിബിൾ ഇൻ ഹർ കപ്പാസിറ്റി. അത് നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ സ്റ്റോറി അറിയുമ്പോൾ യുവർ ചൈൽഡ് വിൽ ബി പ്രൗഡ് ഓഫ് യു. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് വിഷമിക്കരുത് കേട്ടോ. ഞാനൊരു നല്ല അമ്മയല്ല, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം, ഇപ്പം ഞാൻ അതാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഞാനിപ്പോൾ നീറ്റിനല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ പഠിക്കുകയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല. Tomorrow your child will be so happy that you worked so hard, you became a doctor, you gave them a good life, അല്ലേ? ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നല്ലൊരു കരിയറിലേക്ക് നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയി എന്നുള്ളത് നിങ്ങളുടെ കുട്ടിയും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. അപ്പോൾ അതോർത്ത് വിഷമിക്കരുത്. ആൻഡ് ഓൾസോ മദേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. മദേഴ്സ്, പ്രഗ്നൻറ്റ് women or men, anybody, you can't be living your life satisfying everybody in your family, every relative, every uncle, every auntie, every ammavan, every ammai, every person cannot be made happy, my child. സോ അതുകൊണ്ട് എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടത്തിയിട്ട് കുഴപ്പമില്ല എൻ്റെ. അപ്പോൾ കുറേ പേര് പറയും, നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, ഇനി അത് നോക്കി അതാണ് നിങ്ങളുടെ ലൈഫ്, അങ്ങനെ പോട്ടെ. അങ്ങനെ എല്ലാവരും പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോവില്ലടാ. Okay, so please make sure you understand that this is your life, you are living it in your own terms, okay, and that is very important. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്യുക. കാരണം മെയ് 4 കഴിയുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവരുത്, ഞാൻ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു, വെറുതെ ഓവർ തിങ്ക് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവരുത്. റിസൾട്ട് എന്തുമാവട്ടെ, നീറ്റിൻ്റെ റാങ്ക് എന്തുമാവട്ടെ, നമ്മൾ വെറുതെ ഇരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വരരുത്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ്, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്. ഹെൽത്ത് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്, നല്ലൊരു സ്റ്റഡി റൂട്ടീൻ, നല്ലൊരു സ്ലീപ്പ് ഷെഡ്യൂൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കിയൊക്കെ സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ മൈ ഡിയറസ്റ്റ് ഗേൾസ് ഹു ആർ റിയലി ഇൻ ട്രബിൾ ഡ്യൂ ടു യുവർ മെൻസ്ട്രൽ സിംറ്റംസ്, pregnant women and also mothers who are preparing for NEET, എനിക്കിതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. I hope this video was helpful for all of you. Let me know in the comments. Bye-bye.